വർഗീയതയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടന്നത്. വർഗീയതയുടെ വികസിത ഭാരതം സൃഷ്ടിക്കാനാണ് നരേന്ദ്രമോദിയും RSSും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് പിന്നെ സമ്പദ്ഘടനയുടെ മേഖലയിൽ വികസനമൊന്നും നടക്കുന്നില്ലെന്ന് പറയാൻ പറ്റില്ല. വികസനമുണ്ട്. അംബാനിയുടെയും അദാനിയുടെയും ശതകോടീശ്വരന്മാരുടെയും വികസനം നടക്കുന്നുണ്ട്. ജനങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. നരേന്ദ്രമോദി നൽകിയ 2 വാഗ്ദാനങ്ങൾ മാത്രം എടുത്തു നോക്കാം. താൻ വന്നാൽ ഇന്ത്യയിലെ കൃഷിക്കാരുടെ വരുമാനം ഇരട്ടിയാക്കും എന്ന് പറഞ്ഞു. അതിൽ വരുമാനം ഇരട്ടിയായില്ല. കൃഷിക്കാരുടെയും കർഷക തൊഴിലാളികളുടെയും ഇടയിലുള്ള ആത്മഹത്യ ഏതാണ്ട് ഇരട്ടിക്കടുത്തെത്തി നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ. പിന്നെ നൽകിയ വാഗ്ദാനം ഓരോ വർഷവും 2 കോടി തൊഴിൽ സൃഷ്ടിക്കും ഇന്ത്യയിൽ ചെറുപ്പക്കാർക്ക് വേണ്ടി. എവിടെയാണ്? ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടെങ്കിൽ അത് ഇന്ന് പറയണ്ടേ ഇത്ര തൊഴിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന്. ഇന്നിപ്പോൾ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. 1 കോടി യുവാക്കൾക്ക് AI പരിശീലനം കൊടുക്കുമെന്നാണ്. ഈ 2 കോടി തൊഴിൽ നൽകുമെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ 1 കോടി യുവാക്കൾക്ക് AI പരിശീലനം സൗജന്യമായി നൽകുമെന്നുള്ള വാഗ്ദാനം. അപ്പോൾ കള്ള വാഗ്ദാനങ്ങൾ നൽകി അത് പാലിക്കാതെ ആകെ പാലിക്കുന്ന ഒന്ന് ഇന്ത്യയെ RSS വൽക്കരിക്കുക. അതാണ് പ്രചാരകനാണല്ലോ. RSS പ്രചാരകരായിരുന്നല്ലോ നരേന്ദ്രമോദി. അതാണ് അദ്ദേഹം നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ആ മേഖലയിൽ പുരോഗതി കൈവരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. പക്ഷേ ഇപ്പോൾ BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ്റെ സീറ്റ് ബങ്കിപ്പൂർ, അത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുകയാണ്. പ്രശാന്ത് കിഷോർ ജയിച്ചിരിക്കുകയാണ്. പുതിയ രാഷ്ട്രീയ ശക്തികൾ ഉയർന്നു വരികയാണ്. ശക്തമായിട്ട് BJPയെ തുറന്നു കാണിച്ചുകൊണ്ടൊരു സ്ഥാനാർത്ഥി വന്നാൽ ഏത് സീറ്റിലും BJP തോക്കും. രാമക്ഷേത്രം നിർമ്മിച്ച് നൽകി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ വോട്ട് നേടാമെന്ന് വിചാരിച്ചു. അയോധ്യയിലടക്കം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി തോറ്റു. അപ്പോൾ ഈ സൂചനകൾ വളരെ അർത്ഥവത്താണ്. ഇന്ത്യയുടെ ഭാവി മതനിരപേക്ഷതയും ജനാധിപത്യത്തെയും സംബന്ധിച്ചിട്ടുള്ള പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്ന വിധിയെഴുത്തുകളാണ് ജനങ്ങളിൽ നിന്നുണ്ടാകുന്നത്, ജന്തർ മന്ദറിൽ നടന്ന സമരത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. All the political parties would like to appeal to Prime Minister that you please stop the double standard with regard to women's reservation. We are all for 1/3 women's reservation for the existing seats in Lok Sabha and various assemblies. He is linking delimitation and women's reservation. There is a machination in that. That is why we are opposing it. Make this separate, bring delimitation separately, we will fight. Bring women's reservation separate, we all will support.